പറയുന്ന പത്താങ്കലിലെ പള്ളിക്കകത്ത് സുന്ദരമായി നിർമ്മിച്ച് വെള്ളപൂശി സൗരഭ്യമുള്ള സുന്ദരമായ പള്ളി. ആ പള്ളിയുടെ ഉള്ളിലേക്ക് എന്റെ സഹോദരന്റെ മയ്യത്ത് കൊണ്ടുവച്ചു, എന്റെ പെങ്ങളെ മയ്യത്ത് കൊണ്ടുവച്ചു. അവിടെ അൻവർ ഉസ്താദ് നമ്മളെ ഓരത്ത് നിന്നുകൊണ്ട് ഒരു പ്രസംഗം നടത്തി. ഈ സഹോദരനോട്, ഈ സഹോദരിയോട് ഏതെങ്കിലും തരത്തിൽ വല്ല വാക്കോ പ്രവൃത്തിയോ നിങ്ങൾ ആരെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ പാവത്തിന് മാപ്പ് കൊടുക്കണേ. അത് കേട്ടിരുന്ന നിന്റെ വാപ്പ കരയേ, നിന്റെ ഉമ്മ കരയേ, അല്ലെങ്കിൽ നിന്റെ പൊന്നുമക്കള് കരയേ. അവസാനം നിന്നെ മയ്യത്ത് നിസ്കാരമാകുന്ന മോമിനീങ്ങളുടെ പത്താങ്കല്ലിലെ ശഫാഅത്ത് എന്ന ഏറ്റവും വലിയ വില അത് നിനക്ക് മയ്യത്ത് നിസ്കാരത്തിലൂടെ അവര് ചാർത്തി തന്നു. നേരെ പള്ളിക്കാട്ടി കൊണ്ടുവന്നു. ആരുടെ മണ്ണിന്റെ ഉള്ളിൽ ഇറക്കി വെച്ച് എന്റെ പെങ്ങള് കണ്ടിട്ടുണ്ടോ? പട്ടാപ്പകല് കണ്ടാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ഒറ്റയ്ക്ക് നിന്ന് കണ്ടു നിൽക്കാനുള്ള ധൈര്യമില്ലത്. ഇവിടെ അള്ളാഹു ആ പാവങ്ങൾക്ക് സ്വർഗം നൽകുമാറാകട്ടെ. 6 അടി കേട്ടിട്ടല്ലേ ഉള്ളൂ. ഒരു 3 അടി ഇത്രയും വീതിയിൽ ഇങ്ങനെ വരും. ഇതാ 3 അടി. ഈ 3 അടി വീതിയിൽ ഇങ്ങനെ വന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഇത് ചുരുങ്ങും. ഇതിന്റെ തള്ളക്കുടി എന്നാ പറയാ. പിന്നെ അവിടെ നിന്ന് ഒരു ചുരുക്കമുണ്ട്. ഈ രീതിയിൽ ഇതിനെ ചുരുക്കിയിട്ട് പിന്നെ അവിടെ നിന്ന് വീണ്ടും ഇത്ര ഉണ്ടാവുള്ളൂ. ഇതിങ്ങനെ ഒരു 3 അടി താഴും. ഇതിന്റെ ഉള്ളിലാണ്. തിരിയാൻ കഴിയില്ല, മറിയാൻ കഴിയില്ല. ജീവനുള്ള ഒരാൾക്ക് അതിനകത്ത് കിടന്നു വീർപ്പ് മുട്ടിപ്പോകും, ശ്വാസം മുട്ടിപ്പോകും, ഒരിടം ബാക്കി ഉണ്ടാവൂല. ആ രീതിയിൽ നിന്നെ അതിനകത്ത് നിറച്ചങ്ങിറക്കും മാക്സിമം. അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഭൂമി അങ്ങനെ വിശാലമാക്കി തരാൻ പൊതു ശ്മശാനത്തിൽ പാടില്ല. ആ രീതിയിലുള്ള സ്ഥലം നിനക്ക് തരൂ. ഇതിനകത്ത്